ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. സാർ, നവാഗതനായ എനിക്ക് ഈ സഭയിൽ സംസാരിക്കുന്നതിന് അവസരം തന്ന അങ്ങയോടും എൻ്റെ പാർട്ടിയോടും, സാറേ, എനിക്ക് ഈ സഭയിൽ വരുവാനും എനിക്കിങ്ങനെ സംസാരിക്കുവാനും അവസരം തന്ന ഏറ്റുമാനൂരിലെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. സാർ, ഞാൻ ഈ നന്ദി പ്രമേയം വായിച്ചു. സാർ, എത്ര മനോഹരമാണ് ഈ പ്രമേയം. സാർ, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തൊട്ടും തലോടുകയും ആശ്വസിപ്പിച്ചും കൊണ്ടാണ് ഈ പ്രമേയം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാർ, എല്ലാ ജനവിഭാഗങ്ങളെയും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും കാണുന്നുണ്ട്. സാർ, അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. സാറ്, എനിക്ക് UDF-ൻ്റെ MLA-മാരോട് അഭ്യർത്ഥനയുണ്ട്. ഇനിയിപ്പോൾ ഈ പാവങ്ങളെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്ന്. കാരണം ജനങ്ങൾ അവരെ അതേ രീതിയിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ തല്ലി നടുവൊടിച്ചിട്ടിരിക്കുക. സാർ, അത് കൊള്ളക്കാരുടെ ഗവൺമെൻറ് ആയിരുന്നുകൊണ്ടാണ്. ആരാധനാലയങ്ങൾ വരെ കൊള്ളയടിച്ച കൊള്ളക്കാരുടെ സർക്കാരിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയായിരുന്നു സാർ കേരളത്തിൽ. സാർ, ആ കൊടുങ്കാറ്റിൽ LDF ആടി ഉലയുക മാത്രമായിരുന്നില്ല, ഇനി ഒരിക്കലും പൊങ്ങി വരാനാവാത്ത വണ്ണം തകർന്നടിയുകയായിരുന്നു. സാർ, കഴിഞ്ഞ 10 കൊല്ലം കേരളം അന്ധകാരത്തിലായിരുന്നു. പക്ഷെ ഭയപ്പെടേണ്ട സാർ, കിഴക്കിൻ്റെ കോലായിൽ ഇരുളിനെ വകഞ്ഞു മാറ്റി വന്നു പുതുയുഗത്തിൻ്റെ അരുണോദയം. സാർ, അതാണ് ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിലൂടെ തെളിഞ്ഞു വന്നത്. സാർ, ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സദ്ഭരണം കാഴ്ചവെക്കാനും UDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിഴലിച്ചു കാണുന്നത്. സാർ, LDF സർക്കാർ എല്ലാ മേഖലകളെയും തകർത്തു. അവിടെയെല്ലാം ഈ പ്രഖ്യാപനത്തിൽ പുനരുജ്ജീവനത്തിന് വിത്തുപാകുന്നത് കാണാം. സാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിച്ചേൽപ്പിച്ച തെറ്റായ നയങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഈ സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും അമിതമായ വില വർധനവ് സാധാരണക്കാരുടെയും നിശ്ചിത വരുമാനക്കാരുടെയും കുടുംബ ബജറ്റ് ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സാർ, അതിരൂക്ഷമായ വിലക്കയറ്റം മൂലം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ജനങ്ങളാകെ കഷ്ടപ്പെടുകയാണ്. സാർ, നിരവധി പ്രശ്നങ്ങൾ ഇന്ന് കേരള സമൂഹം നേരിടുന്നുണ്ട്. മികച്ച വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി നമ്മുടെ സമ്പത്തായി മാറേണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സാർ കേരളം വിട്ടുപോകുന്നത്. സാർ, കാര്യക്ഷമതയുള്ള വിദ്യാഭ്യാസം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അത്ഭുതകരമായ ശാസ്ത്ര പുരോഗതിയുടെ കാലമാണ് സാർ. എന്നാൽ ഈ കാലത്തെ പരിചയപ്പെടുത്തുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുരോഗതിയും കൊണ്ടുവരാൻ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. സാർ, കേരളത്തിലെ 12 യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം VC ഇല്ലാതായിട്ട് വർഷങ്ങളായി. സാർ, എന്തു പരിഷ്കാരമാണ്, എന്തു പുരോഗതിയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ കൊണ്ടുവരാൻ LDF സർക്കാരിന് കഴിഞ്ഞത് എന്ന് പറയാൻ അവർക്ക് കഴിയണം. സാർ, സർവകലാശാലകളെ സമ്പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചു. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ SFIയുടെ ആയുധപ്പുരകളാക്കി മാറ്റി. സാർ, മഹാത്മാഗാന്ധി സർവകലാശാല എൻ്റെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാർ, ആ സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ്. സിൻഡിക്കേറ്റ് സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലും സമ്പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരണമാണ് അവിടെ നടക്കുന്നത്. സാർ, SFIയുടെ ആയുധപ്പുരയായി മഹാത്മാഗാന്ധി സർവകലാശാല മാറിയിരിക്കുന്നു. അവിടെ CPM-ൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സാർ, ഒരു തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ അവിടെ സ്വതന്ത്രമായി സാർ, അവിടെ സ്വതന്ത്രമായി ഒന്നും തന്നെ ചെയ്യാനായിട്ട് അവിടെ ആരെയും അനുവദിക്കുന്നില്ല. സാറേ, 100 കണക്കിന് DYFIക്കാരെ പിൻവാതിലൂടെ നിയമിച്ചു. സർവകലാശാലയുടെ അന്തസ്സ് തന്നെ ഇല്ലാതാക്കി. സാർ, വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഫോൺ സന്ദേശം അടുത്ത കാലത്ത് പുറത്തു വന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം
കാര്യക്ഷമതയുള്ള വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് സാർ അദ്ദേഹം പറഞ്ഞത്? 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൂടാതെ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയുണ്ടായി. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യക്ഷമത വിളിച്ചോതുന്നതാണെന്ന് ഉള്ളതിൽ തർക്കമില്ല സാർ. സാർ, വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്ന നാടായി കേരളം മാറിയില്ലേ? ഒരു വ്യവസായിയെങ്കിലും കേരളത്തിലേക്ക് വരുന്നുണ്ടോ സാർ? നിങ്ങൾ കൊടികുത്തിയും തല്ലി ഓടിച്ചും നിയമതടസ്സങ്ങൾ ഉണ്ടാക്കിയും അവരെയെല്ലാം മാറ്റി ഓടിച്ചു വിട്ടില്ലേ? ഏറ്റവും വലിയ തൊഴിൽദാതാവായ PSC എന്നൊരു സ്ഥാപനമുള്ള കാര്യം പോലും നിങ്ങൾ മറന്നുപോയില്ലേ സാർ? നമ്മുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് നേരിയൊരു പ്രതീക്ഷയെങ്കിലും കൊടുക്കാൻ ഇടതുഭരണത്തിന് കഴിഞ്ഞോ സാർ? സാർ, കേരളത്തിലെ കാർഷിക മേഖലയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ ഒരു നെൽകർഷകനാണ് സാർ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നില്ല സാർ. എല്ലാ മേഖലകളും, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളും തകർന്നടിഞ്ഞു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലം, ഞാൻ അപ്പർ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എല്ലാം സ്ഥിരമായി നമ്മൾക്ക് പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ് സാറേ. അവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, 6 മാസം, ഞാൻ ഒരു കർഷകനായതുകൊണ്ട് നെൽകർഷകരെ കുറിച്ച് കൂടുതലായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിലമൊരുക്കുന്നത് മുതൽ 6 മാസം കർഷകൻ ആ പാടശേഖരത്തിൽ തന്നെയാണ്. രാവിലെ അവിടെ എത്തിയാൽ വൈകിട്ടാണ് തിരികെ പോകുന്നത് സാറേ. വിത്തിന് സമരം ചെയ്യേണ്ട ഗതി, നെല്ല് വിളയിച്ചെടുത്താൽ അത് കൊയ്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കൃഷി യന്ത്രം കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, കൊയ്തെടുത്ത് അത് കളത്തിൽ കൂട്ടിയിട്ടാൽ, കളങ്കര എന്ന് പറയും, കളത്തിൽ കൂട്ടിയിട്ടാൽ മൂടയിട്ട് കിടന്നാൽ അതെടുത്തോണ്ട് പോകാനായിട്ട് സംഘങ്ങൾ വരുന്നില്ല. സിവിൽ സപ്ലൈസ് ആ കാര്യത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നെല്ലെടുപ്പിക്കുന്നതിന് സമരം ചെയ്യേണ്ട ഗതികേട്. നെല്ലെടുപ്പിച്ചാൽ അതിന് പണം ലഭിക്കുന്നില്ല സർ. 10 വർഷമായിട്ട് 1 വർഷം പോലും കൃഷി കഴിഞ്ഞ് നെല്ലെടുത്തിട്ട് കൃത്യമായി പണം തരാൻ LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല സാറേ. ഇപ്പോൾ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ ദിവസം കർഷകരുമായി ഞങ്ങൾ കൃഷിമന്ത്രിയെയും അതേപോലെ തന്നെ അനൂപ് ജേക്കബ് മന്ത്രിയെയും എല്ലാം ഞങ്ങൾ കണ്ടു സാർ. കൃത്യമായി തീരുമാനം ഉണ്ടായിരിക്കുന്നു സാർ. പൈസ കൊടുക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നു. നിങ്ങൾ കൊടുക്കാത്ത പണം കൊടുക്കാൻ ഈ ഗവൺമെന്റ് ദിവസങ്ങൾ കൊണ്ട് തന്നെ തയ്യാറായിരിക്കുന്നു സാർ. ഈ ഗവൺമെന്റിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് സാർ. കേരളത്തിൽ നിങ്ങൾ ഭരിച്ചപ്പോഴാണ് കർഷക ആത്മഹത്യകൾ ഉണ്ടായത്. ഇവിടെ സേനാപതി വേണു ഇരിക്കുന്നു. ഇടുക്കിയിൽ വെള്ളത്തൂലിൽ ഒരു കർഷകൻ തന്റെ വീടിന്റെ ചുവരിൽ ഞാൻ കിഡ്നി വിൽക്കാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് ഇരിക്കുന്ന കാഴ്ച നമ്മളെല്ലാം കാണുകയുണ്ടായി സാർ. മങ്കമ്പിൽ ശശികുമാർ എന്ന് പറയുന്ന ഒരു കർഷകൻ, ഞാൻ പരാജയപ്പെട്ട കർഷകൻ എന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി സാർ. കേരളത്തിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ആ അവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരികയാണ് സാർ. സാർ, നമ്മുടെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് സാർ. വലിയ പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. സർജറികൾ നടക്കുന്നില്ല. സർജറികൾ നടത്താനായിട്ടുള്ള സാഹചര്യം അവിടെയില്ല. അഥവാ ഒരു സർജറി നടത്തണമെങ്കിൽ ആ രോഗിയുടെ ബന്ധുക്കൾ സൂചിയും നൂലും വരെ മേടിച്ചു കൊണ്ട് കൊടുക്കേണ്ട സ്ഥിതിയിലാണ് സാർ. മരുന്നില്ല സാർ. അവിടെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ. കഴിഞ്ഞ 6 മാസം മുമ്പ് ആ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വീട്ടമ്മ കൊല ചെയ്യപ്പെട്ടു സാർ. അവർ സ്ലാബിനടിയിൽ അവരുടെ വീണ് കിടക്കുമ്പോൾ അപ്പോഴും അവർക്ക് ശ്വാസമുണ്ടായിരുന്നു, ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു. അവിടുത്തെ മുൻ MLA ഈ സഭയിലുണ്ടായിരുന്ന ആളാണ്, മന്ത്രിയായിരുന്നു. ആ സ്ലാബിന്റെ മുകളിൽ കയറി നിന്ന് വാദോരാതെ വർത്തമാനം പറഞ്ഞതല്ലാതെ ഞാനും ചാണ്ടിയുമ്മനും തിരുവഞ്ചൂർ സാറും എല്ലാം അവിടെ പറഞ്ഞു ആ സ്ലാബ് മാറ്റണം, അതിനടിയിൽ ഒരു മനുഷ്യജീവനുണ്ട്, നമുക്കത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അപകടത്തെ അത് അപകടമല്ല എന്നുള്ള നിലയിൽ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അവസാനം മണിക്കൂറുകൾ കഴിഞ്ഞ് ആ സ്ലാബ് നീക്കം ചെയ്തപ്പോൾ അതിനടിയിൽ ആ ബിന്ദു മരണപ്പെട്ട് കിടക്കുകയായിരുന്നു സാർ. ആ സ്ഥിതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളത്. സമ്പൂർണ്ണമായി മെഡിക്കൽ കോളേജിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. 1000-ഓളം DYFIക്കാരെ സാർ, 1000-ഓളം DYFIക്കാരെ മെഡിക്കൽ കോളേജിൽ ഡെയിലി വേജസിനെ നിയമിച്ചിരിക്കുന്നു സാർ. ഇതാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു മാറ്റമുണ്ടാണ് സാർ. മാറ്റമുണ്ടാകാൻ ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ഇന്നലെ സംസാരിച്ചു. അദ്ദേഹം കൃത്യമായി മെഡിക്കൽ കോളേജ് സന്ദർശിക്കാൻ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ. മാറ്റമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല സാർ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ രോഗികൾ മാത്രമല്ല, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്യുന്ന രോഗികളും അങ്ങോട്ട് തന്നെയാണ് സാർ വരുന്നത്. നല്ല ഡോക്ടർമാരുണ്ട് സാർ. സാർ, എനിക്ക് ഒരു മിനിറ്റ് കൂടി, ഞാൻ അങ്ങേക്ക് വോട്ട് ചെയ്ത ആളാ സാർ. സാർ, സമർത്ഥരായ ഡോക്ടർമാരുണ്ട് സാർ. സമർത്ഥരായ ഡോക്ടർമാർ അവിടെയുണ്ട്. പക്ഷേ അവർക്ക്
രോഗികളെ പരിശോധിക്കാനോ അല്ലെങ്കിൽ നല്ല നിലയിലെ ചികിത്സ അവിടെ നിന്ന് കൊടുക്കുന്നതിനോ ഉള്ള സാഹചര്യമില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അവിടെയും ഇതുപോലെ തന്നെ ആണ് സമ്പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരണം നടന്നിരിക്കുന്നു. സാർ ഇതിനൊക്കെ മാറ്റി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ സമയപരിമിതി മൂലം. സാർ ഇതിനൊക്കെ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും തഴുകുകയും തലോടുകയും ചെയ്യുന്ന, എല്ലാ ജനവിഭാഗങ്ങളെയും കാണുന്ന, എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 10 വർഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സാർ. ആ ഗവൺമെന്റ് പ്രതീക്ഷകൾക്കൊത്ത്, കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സാർ. ആ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ വിൻസെന്റ് അവതരിപ്പിച്ച നന്ദി പ്രമേയത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.